എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡിൽ നിന്ന് സംസാരിക്കുകയാണ്. രജിസ്റ്റേർഡ് മൈഗ്രേഷൻ കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലോട്ടുള്ള സ്കിൽഡ് മൈഗ്രേഷൻ്റെ പോസിബിലിറ്റീസ്. അപ്പോൾ ഓസ്ട്രേലിയയിലോട്ടുള്ള എല്ലാ സ്റ്റേറ്റും ഇപ്പം ഓഗസ്റ്റ് 8 ഇന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല. നോർത്തേൺ ടെറിട്ടറിയും ടാസ്മാനിയയും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെയും മൈഗ്രേഷൻ്റെ സ്റ്റേറ്റ് മാത്രമേ മൈഗ്രേഷൻ്റെ പാത്ത് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അതിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ പെർത്തുള്ള വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്കുപ്പേഷന് എലിജിബിൾ ആണോ, അതായത് ഓസ്ട്രേലിയയിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഓസ്ട്രേലിയയുടെ വെളിയിലുള്ള ആൾക്കാർക്കും എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ, മെയിൻ 190, 491 എന്നുള്ള വിസ സ്റ്റേറ്റിൻ്റെ ഒരു സ്പോൺസേർഡ് വിസാസാണ്. ആ വിസ കിട്ടാനായിട്ട് മിനിമം 65 പോയിൻ്റ് വേണം. 65 പോയിൻറ്റിൽ 15 പോയിൻറ്റ് 491 വേണ്ടി ഗവൺമെൻറ് തരും, ഡിപ്പാർട്ട്മെൻറ്റ് തരും, സ്റ്റേറ്റ് തരും. അതുപോലെ 190 വിസയ്ക്ക് വേണ്ടി 5 പോയിൻറ്റ് സ്റ്റേറ്റ് തരും. അത് ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഉള്ള വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ റിക്വയർമെൻറ്റ്, അവർക്കൊരു ചില റിക്വയർമെൻ്റ് ഉണ്ട്. ചില പർട്ടിക്കുലർ ഒക്കുപ്പേഷനിലുള്ളവർക്ക് അവർ 1 ഇയർ എക്സ്പീരിയൻസ് പറയും 491 അപ്ലൈ ചെയ്യാനായിട്ട്. ചില പർട്ടിക്കുലർ ഒക്കുപ്പേഷനുള്ളവർക്ക് അവർ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട 491 അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഉള്ള ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. നിങ്ങളുടെ ഒക്കുപ്പേഷൻസ് അതിന് എലിജിബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. എൻജിനീയേഴ്സിനും ഫാർമസിസ്റ്റ്, നേഴ്സസ്, ടീച്ചേഴ്സ്, സോഷ്യൽ വർക്കർ, ഇവരെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ ട്രേഡ് വർക്കേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ സ്കിൽഡ് സ്കീമിലെ ഷെഡ്യൂൾ 1 അല്ലെങ്കിൽ ഷെഡ്യൂൾ 2 കാറ്റഗറിക്കകത്ത് വരുന്നവരാണ്. ഇപ്പോൾ ഷെഡ്യൂൾ 2 കാറ്റഗറിക്കകത്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് 491 അപ്ലൈ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമേ ഇല്ല. ഷെഡ്യൂൾ 1 കാറ്റഗറിക്കകത്ത് വരുന്നവർക്കാണ് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അത് നിങ്ങൾ ഏത് കാറ്റഗറിക്കകത്താണ് വരുന്നത്, നിങ്ങളുടെ ഒക്കുപ്പേഷൻ അത് ഏത് കാറ്റഗറിക്കകത്താണ് വരുന്നത്, നിങ്ങളുടെ സ്കിൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, നിങ്ങളുടെ പോയിൻറ്റ് 65 ഉണ്ടോ, 65 പോയിൻറ്റ് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഞാനീ പറയുന്നത് നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ഷോറിൽ നിന്നുകൊണ്ട്, അത് ഓസ്ട്രേലിയയുടെ വെളിയിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ പാർട്ണറുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, പാർട്ണറുടെ സ്കിൽ അസസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പോയിൻറ്റ് കിട്ടുമോ, നിങ്ങൾക്ക് മുന്നോട്ട് പോയിൻറ്റ് കിട്ടാനായിട്ടുള്ള വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. നല്ലൊരു പോയിൻ്റ് ഉണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇൻവിറ്റേഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ അഡലേഡിലെയും കേരളത്തിലെയും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.